മീനുകുരുവി, ഞങ്ങൾ നിന്നെ ഇത്രയേറെ സ്നേഹിച്ചു. നിനക്ക് വേണ്ടി രാജാവിനെ പോലും ചതിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ബ്ലൂ ലാൻഡ് കാട്ടിൽ വളരെ മനോഹരമായ കാലാവസ്ഥയായിരുന്നു. കുഞ്ഞു പൂവൻകോഴി കൂവിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിലെ താമസക്കാരെല്ലാം പുഞ്ചിരിയോടെ ഉറക്കമുണർന്നു. എന്റെ ചിങ്കു എവിടെ പോയി? അയ്യോ, ഇത് ചിങ്കിമാനിന്റെ ശബ്ദമാണല്ലോ. ചിങ്കുമാൻ പരിഭ്രാന്തിയോടെ ഓടി വരുന്നത് എല്ലാവരും കണ്ടു. അവളുടെ മുഖത്ത് വലിയ പേടിയുണ്ടായിരുന്നു. എന്തുപറ്റി ചിങ്കി സഹോദരി? നീ എന്തിനാണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? എന്റെ ചിങ്കു എവിടെ പോയെന്നറിയില്ല. രാത്രി എന്റെ കൂടെ കിടന്നതാണ്. രാവിലെ നോക്കിയപ്പോൾ ഗുഹയിൽ അവനില്ല. പേടിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടി അവനെ കണ്ടുപിടിക്കാം. പക്ഷികളും മൃഗങ്ങളും ഒത്തുചേർന്ന് ചിങ്കുമാൻകുട്ടിയെ തിരഞ്ഞെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. വരൂ, നമുക്ക് ഷേർഖാന്റെ സഹായം തേടാം. എല്ലാവരും ചേർന്ന് രാജാവായ ഷേർഖാന്റെ അടുത്തേക്ക് ചെന്നു. നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങൾ അവനെ തെരഞ്ഞോ, അതോ നേരിട്ട് എന്റെ മുൻപിൽ വന്നോ? ഇല്ല ഷേർഖാൻ, ഞങ്ങൾ മണിക്കൂറുകളോളം അവനെ തിരഞ്ഞു. ഒടുവിൽ ഒരു വഴിയുമില്ലാതെയാണ് താങ്കളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ എൻ്റെ ആ പുസ്തകം ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിനു മുൻപായി എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഷേർഖാൻ, എന്റെ നെഞ്ചിടിക്കുന്നു. ദയവായി ചിങ്കു എവിടെയാണെന്ന് കണ്ടുപിടിച്ചു തരൂ. ഇത് കേട്ട ഷേർഖാൻ തന്റെ അരികിലിരുന്ന മൂട്ടുകുരങ്ങനെ ആംഗ്യം കാണിച്ചു. മൂട്ടു ഗുഹയ്ക്കുള്ളിലെ ഒരു രഹസ്യവാതിലിലൂടെ അകത്തുപോയി ഒരു പുസ്തകവുമായി പുറത്തുവന്നു. ഹേ മാന്ത്രിക പുസ്തകമേ, ചിങ്കുമാൻകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു തരൂ. കുരങ്ങൻ ചോദിച്ച ഉടനെ പുസ്തകത്തിൽ ഒരു വരി തെളിഞ്ഞു വന്നു. ചിങ്കുമാൻ ഇപ്പോൾ കരിമലയുടെ താഴെയുള്ള പേരാലിന്തി ചുവട്ടിലുണ്ട്. എന്റെ ചിങ്കു! ചലോ, വേഗം നടക്കൂ, നമുക്ക് കരിമലയിലേക്ക് പോകാം. എല്ലാവരും ഉടൻ തന്നെ കരിമലയിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് ചിങ്കുവിനെ സുരക്ഷിതനായി തിരികെ കൊണ്ടുവന്നു. ഷേർഖാൻ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. താങ്കൾ ഈ പുസ്തകം ഉപയോഗിക്കരുതെന്ന് എപ്പോഴും പറയും, പക്ഷെ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കാട്ടിലെ മൃഗങ്ങൾ മടിയന്മാരാകരുത് എന്നാണ്. അതുകൊണ്ട് ഇതിന്റെ ഉപയോഗത്തെ ഞാൻ എപ്പോഴും എതിർക്കാറുണ്ട്. എന്നാൽ എന്റെ പ്രജകൾ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഷേർഖാൻ, ശരിക്കും നിങ്ങളൊരു നല്ല രാജാവാണ്. നിനക്കറിയില്ല, ഈ പുസ്തകം സ്വന്തമാക്കാൻ എന്തിനും മടിക്കാത്ത ഒരാളുണ്ട്. ഈ സമയത്ത് അവൻ ഇതിനെ തന്നെ തിരയുന്ന തിരക്കിലായിരിക്കും. ഈ ഷേർഖാൻ ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ്റെ പക്കലുള്ള ആ പുസ്തകം എനിക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവൻ ആ കാര്യം നന്നായി അറിയാം. അതുകൊണ്ടാണ് അവൻ തൻ്റെ മൃഗങ്ങളെയൊക്കെ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത്. എത്ര പ്രയാസം വന്നാലും അവർ ആ പുസ്തകത്തെക്കുറിച്ച് ഒരക്ഷരം പറയില്ല. എന്നാൽ ഗോൾഡി, നീ ആ പുസ്തകം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നീ അത്തരമൊരു പ്രതിക്രിയയും നടത്തുന്നതായി ഞാൻ കണ്ടില്ല. ആ പുസ്തകം കൈക്കലാക്കാൻ നീ ശ്രമിക്കുന്നു എന്ന് തെളിയിക്കുന്ന യാതൊന്നും ഇവിടെയില്ല. വിഡ്ഢി, ഇത്തവണ ആ പുസ്തകം ഞാൻ കൈക്കലാക്കുക തന്നെ ചെയ്യും. അടുത്ത ദിവസം ഒരു കുരുവി ഷേർഖാന്റെ കാട്ടിലെത്തി. സഹായിക്കൂ! ആരെങ്കിലും എന്നെ സഹായിക്കൂ! അവൾ കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ പറക്കുകയായിരുന്നു. മിക്കവാറും എല്ലാ മൃഗങ്ങളും അവളുടെ കരച്ചിൽ കേട്ടു. ആരാണ് ആ കുരുവി? എന്തിനാണ് അവളിങ്ങനെ നിലവിളിക്കുന്നത്? ഹേയ്, താഴേക്ക് വരൂ. ജിറാഫിന്റെ വിളി കേട്ട് ആ കുരുവി താഴേക്ക് പറന്നിറങ്ങി. നീ ആരാണ്? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്റെ പേര് മീനുപക്ഷി എന്നാണ്. എന്റെ 2 മക്കളായ ചുണ്ണുവിനെയും മുന്നുവിനെയും തെരഞ്ഞാണ് ഞാനിവിടെ വന്നത്. ഇന്നുച്ചയ്ക്ക് അവർ എൻ്റെ കൂടെ പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു പരുന്ത് ഞങ്ങളെ പിന്തുടരാൻ തുടങ്ങിയത്. ഞാൻ വേഗത്തിൽ പറക്കുകയായിരുന്നു. പക്ഷേ അവൻ എൻ്റെ 2 മക്കളെയും അവൻ്റെ നഖങ്ങൾക്കിടയിൽ അമർത്തിപ്പിടിച്ച് ദൂരേക്ക് പറന്നുപോയി. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്. അവരെ തെരഞ്ഞിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ആ പരുന്ത് നിങ്ങളുടെ കാട്ടിലാണ് താമസിക്കുന്നതെന്നും അവൻ്റെ പേര് കാലുപരുന്ത് എന്നാണെന്നും. എന്ത്? കാലുപരുന്തോ? മീനുകുരുവി, നമുക്കിപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് പോകാം. നിന്റെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ വീണ്ടെടുത്തു തരും. എല്ലാവരും കൂടി കാലുപരുന്തിന്റെ കൂട്ടിനടുത്തേക്ക് ചെന്നു.
അയ്യോ, കാലുപരുന്തിനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവൻ ഇവിടെ ഇല്ലേ? എങ്കിൽ അവൻ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകും. ഇതു പറഞ്ഞ് കുരുവി പൊട്ടിക്കരഞ്ഞു. പേടിക്കേണ്ട, നിന്റെ കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ നിനക്ക് തിരികെ കിട്ടും. നമുക്ക് ഷേർഖാന്റെ അടുത്തേക്ക് പോകാം. എല്ലാവരും കൂടി ഷേർഖാന്റെ അടുത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഷേർഖാൻ, ആ കാലുപരുന്തിന് കഠിനമായ ശിക്ഷ നൽകണം. താങ്കൾ ഇപ്പോൾ തന്നെ ആ മാന്ത്രിക പുസ്തകം. നിശബ്ദം. ആന പറഞ്ഞു തീരും മുൻപേ ഷേർഖാൻ അത് തടഞ്ഞു. എന്തു പറ്റി ഷേർഖാൻ? എന്തിനാണ് താങ്കൾ ദേഷ്യപ്പെടുന്നത്? എന്നെ സഹായിക്കാൻ താല്പര്യമില്ലേ? ഞങ്ങൾ നിന്നെ പൂർണ്ണമായും സഹായിക്കാം പ്രിയപ്പെട്ട പക്ഷി. നീ പേടിക്കേണ്ട. ഞങ്ങൾ നാളെ മുതൽ തന്നെ അവനെ തതിരയാനുള്ള പ്രക്രിയ തുടങ്ങും. സോനു പ്രാവേ, കാലുപരുന്തിനെ കണ്ടുപിടിക്കുന്നതുവരെ ഈ പക്ഷി നിന്റെ കൂട്ടിൽ താമസിക്കും. ശരി ഷേർഖാൻ, താങ്കളുടെ ഇഷ്ടം പോലെ. ഇത്രയും പറഞ്ഞ് അവൾ വിങ്ങിക്കരഞ്ഞു. നിന്റെ രാജാവ് ഷെർഖാൻ ഒട്ടും ശരിയല്ല. ഞാൻ കരുതിയത് തന്റെ കാട്ടിലെ പരുന്താണ് ഈ കാര്യം ചെയ്തതെന്നറിഞ്ഞാൽ അവൻ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമെന്നാണ്. പക്ഷേ ഇത്രയും പറഞ്ഞ് അവൾ വിങ്ങിക്കരഞ്ഞുപോയി. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. മോണ്ടുകുരങ്ങ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മോട്ടുകുരങ്ങ, ഷേർഖാൻ ഈ കുരുവിയുടെ കാര്യത്തിൽ അത്ര വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇനി നീ തന്നെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ പാവത്തിനെ നോക്കൂ, അവളുടെ കണ്ണീർ നിർത്താനാവുന്നില്ല. നമ്മൾ ഇന്ന് തന്നെ അവളെ സഹായിക്കണം. നീ ആ പുസ്തകവുമായി രഹസ്യമായി പൂന്തോട്ടത്തിലേക്ക് വരണം. നമ്മൾ ഷേർഖാനെ ചതിക്കുകയാണോ? അതെ, നമ്മൾ അദ്ദേഹത്തെ ചതിക്കുകയാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ സഹായിച്ചേ പറ്റൂ. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ചേർന്ന് മോണ്ടുകുരങ്ങിനെ സമ്മതിപ്പിച്ചു. രാത്രി ഷേർഖാൻ ഉറങ്ങുന്ന സമയം നോക്കി മോട്ടുകുരങ്ങൻ രഹസ്യമായി ഗുഹയ്ക്കുള്ളിൽ കടന്നു. ആ പുസ്തകം കൈക്കലാക്കി അവൻ പുറത്തു വന്നു. ക്ഷമിക്കണം ഷേർഖാൻ, താങ്കളോട് ചോദിക്കാതെ ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ അമ്മയുടെ കണ്ണീർ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പൂന്തോട്ടത്തിൽ കുരുവിയും മറ്റു മൃഗങ്ങളും മോട്ടുവിനെ കാത്തിരിക്കുകയായിരുന്നു. അതാ നോക്കൂ, മോട്ടു വരുന്നുണ്ട്. അവനെ കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ഇനി നിന്റെ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കുരുവി, നീ വിഷമിക്കേണ്ട. ഇത് കേട്ട് പക്ഷി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി തുടങ്ങി. എന്തുകൊണ്ടെന്നറിയില്ല, അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. മൂണ്ടുകുരങ്ങ് ആ പുസ്തകം തുറന്നു. ഹേ മാന്ത്രിക പുസ്തകമേ! അയ്യോ, എന്തിനാണിത്ര തിടുക്കം? പെട്ടെന്ന് ഗോൾഡി കടുവ അവിടെ എത്തി പുസ്തകം തട്ടിപ്പറിച്ചു. മൃഗങ്ങളെല്ലാം പകച്ചുപോയി. ഗോൾഡി, ആ പുസ്തകത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കൂ. ഈ പുസ്തകം ദൂരെ കളയാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാടകം കളിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാനില്ല, അവരെ കണ്ടുപിടിക്കണം. എല്ലാവരും മീനുകുരുവിയെ നോക്കി. അവരുടെ മുഖത്ത് കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. മീനുകുരുവി, ഞങ്ങൾ നിന്നെ ഇത്രയേറെ സ്നേഹിച്ചു. നിനക്ക് വേണ്ടി രാജാവിനെ പോലും ചതിച്ചു. എന്നിട്ടും നീ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കരച്ചിൽ നാടകം തുടർന്നോളൂ, ഞാനിതാ പോകുന്നു. ഗോൾഡി കടുവ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുരുവി കരയാൻ തുടങ്ങി. ഇനി കള്ളക്കണ്ണീർ ഒഴുക്കണ്ട. നിന്റെ ശരിക്കുള്ള മുഖം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴേക്കും ഷേർഖാൻ അവിടെ എത്തി. അദ്ദേഹം ശാന്തനായി എല്ലാവരെയും നോക്കി. ഞങ്ങളോട് ക്ഷമിക്കണം ഷേർഖാൻ, ഞങ്ങൾ താങ്കളുടെ വാക്കനുസരിച്ചില്ല. ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഗോൾഡി ആ മാന്ത്രിക പുസ്തകം കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പുസ്തകത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന്. അത് അധികം ഉപയോഗിക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അത് തെറ്റായ കൈകളിലെത്തിയത്. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ നിങ്ങളോട് ചെയ്തത് ശരിയല്ല. പക്ഷെ അതെന്റെ ഗതികേടായിരുന്നു. ഗോൾഡി കടുവ എന്റെ കുഞ്ഞു മുന്നുവിനെ തടവിലാക്കിയിരിക്കുകയാണ്. ആ പുസ്തകം കൈക്കലാക്കാൻ സഹായിച്ചില്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്നവൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഞാനൊരു വഞ്ചകിയല്ല. മീനുകുരുവിയുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞപ്പോൾ ഷേർഖാനും അത്ഭുതപ്പെട്ടു. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ തെറ്റ് മനസ്സിലായി. പ്രിയപ്പെട്ട പക്ഷി, നിനക്കും നിന്റെ പ്രവൃത്തിയിൽ സങ്കടമുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ എൻ്റെ കൂടെ വരൂ.
എല്ലാവരെയും കൂട്ടി ഷേർഖാൻ ഗുഹയിലെ മറ്റൊരു മുറിയിലേക്ക് പോയി. ഷേർഖാൻ അവരെ ഒരു പുതിയ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ മുറിയിൽ മറ്റൊരു പുസ്തകം കൂടി ഇരിക്കുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നുപോയി. അല്ല ഷേർഖാൻ, ഈ പുസ്തകം എങ്ങനെ ഇവിടെ വന്നു? മാന്ത്രിക പുസ്തകം ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഗോൾഡിയുടെ കയ്യിൽ അകപ്പെട്ടില്ലേ? ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. ഞാൻ എപ്പോഴും ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. മീനുപക്ഷി ഈ കാട്ടിൽ വന്ന അന്നു തന്നെ ഞാൻ ആ അസൽ മന്ത്രപുസ്തകം ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനു പകരം ഒരു വ്യാജ പുസ്തകമാണ് ഞാൻ ആ മുറിയിൽ വെച്ചിരുന്നത്. അവിടെ നിന്നാണ് നിങ്ങളത് എടുത്തുകൊണ്ടുപോയത്. അപ്പോൾ ഇതാണോ യഥാർത്ഥ മാന്ത്രിക പുസ്തകം? ഹാ, ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ആശ്വാസമായി. എല്ലാവർക്കും വലിയ സന്തോഷമായി. വരൂ മൂണ്ടുകുരങ്ങ്, ഈ പുസ്തകമൊന്ന് തുറന്നേ. മോട്ടുകുരങ്ങൻ ആ പുസ്തകം തുറന്നു. മന്ത്രപുസ്തകമേ, മീനുപക്ഷിയുടെ കുഞ്ഞു മുണ്ണ എവിടെയാണെങ്കിലും അവനെ ഇവിടെ എത്തിക്കൂ. പുസ്തകം തിളങ്ങാൻ തുടങ്ങി. മീനുകുരുവിയുടെ കുഞ്ഞവിടെ പ്രത്യക്ഷപ്പെട്ടു. മീനു തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. എന്റെ കുഞ്ഞേ. മീനുപക്ഷി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. മൃഗങ്ങളെല്ലാം അത് കണ്ട് ഏറെ സന്തോഷിച്ചു. മറുവശത്ത് പുസ്തകം കിട്ടിയ സന്തോഷത്തിൽ ഗോൾഡി കടുവ ആർത്തു വിളിക്കുകയായിരുന്നു. ഇനി എനിക്ക് ലോകത്ത് എന്തും സ്വന്തമാക്കാം. മാന്ത്രിക പുസ്തകമേ, എനിക്ക് എല്ലാ കാടുകളുടെയും രാജാവാക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരൂ. ഇതും പറഞ്ഞ് അവൻ ആ പുസ്തകം തുറന്നപ്പോ പേജിൽ മുൻപേ തന്നെ എന്തോ എഴുതിയിരുന്നു. നീ വിചാരിക്കുന്നത് ഈ പുസ്തകം മാന്ത്രികമാണെന്നാണെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്, വിഡ്ഢിയായെന്നോ? ഇതെങ്ങനെ സംഭവിക്കും? അവൻ ഭയങ്കരമായി അലറി വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പുസ്തകം നിലത്തടിച്ചു മാറ്റി.